എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ആന്ധ്രയിൽ വന്നിരിക്കുകയാണ്. ആന്ധ്രയിൽ നമ്മളൊരു ട്രിപ്പ് പോവാം കേട്ടോ. ആ ട്രിപ്പ് എന്ന് പറയുന്നത് ആന്ധ്രയിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം. മലയാളികൾക്കൊക്കെ ഇത് അറിയുമെന്ന് അറിഞ്ഞൂടെ. അരുക്കു എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഒരു ഹിൽ സ്റ്റേഷൻ പോലത്തെ ഒരു സ്ഥലമാണ്. നല്ല നല്ല കാഴ്ചകളുണ്ട്. അത് കാണാനായിട്ട് നമ്മൾ പോണത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 3.5 മണിക്കൂറാണ് ഇവിടുന്ന് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ അമ്മായിമ്മയും അമ്മായിയച്ഛനും വരാൻ പറ്റാത്തത്, എൻ്റെ അമ്മായിമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ലോങ് ഡ്രൈവ് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് വരാൻ പറ്റാത്തത്. എൻ്റെ കൂടെ ചന്ദ്രയുണ്ട്, അമ്മയും അച്ഛനും ഉണ്ട്, ടുട്ടും ഉണ്ട്. നമ്മുടെ നാട്ടിലെ മൂന്നാറും ഊട്ടിയൊക്കെ പോലെ ആന്ധ്രാപ്രദേശിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് അరకు വാലി. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കോഫി പ്ലാന്റേഷൻസും നല്ല തണുത്ത കാലാവസ്ഥയുള്ള മനോഹരമായിട്ടുള്ള മലയാളികളൊന്നും അധികം കാണാത്ത ഒരു സ്ഥലമാട്ടോ. വിശാഖപട്ടണത്ത് നിന്ന് 3-3.5 മണിക്കൂറാണ് ഡ്രൈവ്. പക്ഷേ ട്രെയിനും ഉണ്ട്. ട്രെയിനിലും അടിപൊളി ഭയങ്കര സീനിക് റൂട്ടാണെന്നാണ് കേട്ടത്. ചെറിയ ഷോപ്പ് കണ്ടുപിടിച്ചു കേട്ടോ. അപ്പൊ ഇവിടെ പപ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മള് പപ്സ് മേടിച്ചു. പിന്നെ ഇത് ചിപ്സ്, പീനട്സ് ഇത് വാങ്ങിച്ചു. കാരണം ഇവിടെ ഒന്നും നല്ല ഒരു ഇവിടുത്തെ ആൾക്കാരൊന്നും അങ്ങനെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരാന്നാ തോന്നണേ. അതായത് നമുക്ക് ഇന്നാ പിടിച്ചോ ോ ഗേറ്റ് തുറന്നില്ലല്ലോ. ആ ലീക്കേജ് വെള്ളം ചെറിയ സ്ഥലത്ത് ഒരു ഫുഡ് കഴിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ നിർത്തിയായിട്ട് കയറുവാണ്. നനഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മുകളിലേക്ക് വരും. ഇത് മറ്റേ അലുമിനിയം ഫോയിലല്ലത്. അമ്മക്ക് ഇനി ഗോൾഡൻ പ്ലേറ്റിൽ ഫുഡ് തന്നില്ല എന്നുള്ള വിഷമം വേണ്ട. ആന്ധ്രയിലെത്തിയിട്ട് മീൻസാ ഇത് ഗോങ്കൂരാന്ന് പറഞ്ഞാണ്. പരിപ്പ് കറി, ഉരുളങ്കൈ കറി, हमारा നമുക്ക് ഈ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് തന്നെ ഭാഗ്യം. ഇതൊരു പച്ചല ഇല്ലേ, ഇലോണ്ടുള്ള അച്ചാറാ. എന്തോരം സാധനങ്ങളും വീട്ടിലുണ്ടായിട്ട് ആ ശ്രീദേവി കൊടുത്തോന്നറിയോ. ബാംഗ്ലൂർ ഗോങ്കൂര് പെടുത്തുകയാണെങ്കിൽ ഇത് മറ്റേ പൊടിയാ. ഇത് ഫസ്റ്റ് പൊടിയിട്ടിട്ട് കഴിക്കാം. ഗംഗൂര് അച്ചാറ പുളി ഉണ്ടാവും. പുളി ഒരു കലം സാമ്പാർ വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക്. ഒരു കലം സാമ്പാർ പറ്റില്ല. എങ്ങനെയുണ്ട് മധുര സാമ്പാറാണ്. അച്ഛനെ ഇഷ്ടം മധുര സാമ്പാർ. അമ്മയ്ക്ക് മോര് കിട്ടിയിട്ടുണ്ട്. ഒരു കലം മോര്. സമാധാനം സന്തോഷമായിട്ടുണ്ട്. മോരും ചിക്കൻ പുലാവ്. Yes, biryani is like biryani, but not biryani. പോണ വഴിയൊക്കെ
അതിമനോഹരമായിരുന്നു കേട്ടോ. ഒരുപാട് മലകളും അങ്ങനെ മരങ്ങളും ഒക്കെ ഉള്ളൊരു റൂട്ടായിട്ട് തുടങ്ങി. പിന്നെ നമ്മളിങ്ങനെ മല കയറുന്ന പോലെ വളരെ ഇങ്ങനെ എന്താ പറയുക, ഊട്ടിക്കൊക്കെ പോകുമ്പോഴുള്ള റോഡുകളില്ലേ, അതുപോലത്തെ ആ സൈഡിലൊക്കെ ഇങ്ങനെ ഷോപ്പുകൾ കാണുന്നത്. അങ്ങനെ നമ്മുടെ മൂന്നാറിൽ കാണുന്ന പോലെ ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ സൈഡിലായിട്ട് ഇങ്ങനെ വളഞ്ഞു പൊളിഞ്ഞു പോണ വഴിയൊക്കെ ആയിട്ടുള്ള വഴിയും ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമ്മൾ പോണ റോഡൊക്കെ നല്ല റോഡ് തന്നെയായിരുന്നു കേട്ടോ. അത്യാവശ്യത്തിന് കുണ്ടും കുഴിയൊന്നും അങ്ങനെ ഭയങ്കര പ്രശ്നമുള്ള റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല നല്ല റോഡായിരുന്നു. ഈവൻ സൈഡിൽ കുരങ്ങന്മാരൊക്കെ ഒരുപാട് പോണ നല്ല നല്ല കാഴ്ചകളുണ്ട് കാണാനായിട്ട്. റോഡ് നല്ലതാന്ന് പറഞ്ഞപ്പോഴേക്കും മോശം വെള്ളം കൂടെ വന്നിട്ടുണ്ടത്. നമ്മളിവിടെ അരിക്കിലെ വുഡൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അയ്യോ, ഇവിടെ ഒരു ലോഡ് പട്ടികൾ. ഇവിടെ അരിക്ക് കോഫി പ്ലാന്റേഷൻ ഉണ്ട് ഇവിടെ. മുളക് വേണ്ട, കുരുമുളക് വളർന്ന് നിക്കണെന്താ. ശരി. കുരുമുളകിന്റെ ഒരു തോട്ടം കേട്ടോ. ഇവർക്ക് മൊത്തം ഇങ്ങനെ കെട്ടിണ്ടാക്കി കാണാം. നമുക്ക് നടന്ന് കയറാം. മൊത്തം വലിയ കുരുമുളക് മരങ്ങളെ കണ്ട. ഇതിനെ വുഡൻ ബ്രിഡ്ജ് എന്നാണ് പറയാ. അപ്പൊ നമ്മൾ നിൽക്കുന്നത് അരുക്കൂലെ വുഡൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ. ഇവിടെ നമുക്ക് കാണാനുള്ള കാഴ്ച എന്ന് പറയുന്നത് നിറച്ച് ഭയങ്കര ഉയരമുള്ള മരങ്ങളിൽ ഇങ്ങനെ കുരുമുളക് ഇങ്ങനെ പടർന്ന് കയറിയിരിക്കുകയാണ്. കൂടാണ്ട് ഇവിടെ നടന്ന് കാണാനായിട്ട് വുഡൻ ബ്രിഡ്ജ് ഉണ്ട്. ഇവിടെ ഒരു കാപ്പികൾ നട്ടിട്ട് കാപ്പി തോട്ടം ഉണ്ട്. ആർക്ക് കോഫി ഉണ്ട് കണ്ട. ഈ കാണുന്നതൊക്കെ ആർക്ക് കോഫിയാണ് കണ്ട. ഈ മരങ്ങൾ കണ്ട, ഇതൊരു പൊക്കത്തിലുള്ള മരങ്ങളാണ്. അപ്പൊ അതാണ് ഇവിടുത്തെ കാഴ്ച കേട്ടോ. നമുക്ക് ഉള്ളിൽ കയറി പോയിട്ട് കാഴ്ചകളൊക്കെ കാണാം. ഇത് കോഫി തോട്ടത്തിന്റെ ഇടയ്ക്കൂടെ നമ്മൾ നടന്ന് അങ്ങോട്ട് പോകണം. കോഫി കണ്ട, കോഫി ഉണ്ടായിട്ടില്ല, ചെറുതുണ്ടായിട്ടുണ്ട്. മുകളിലൊരു ഡെക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് മരത്തിന്റെ. ഇതിൽ കൂടെ നമുക്ക് നടക്കാം. ഇതിൽ കയറാനായിട്ട് ഈ സ്റ്റെപ്പ് മുഴുവൻ കയറി മുകളിൽ കയറണം. പക്ഷെ കാപ്പി ഉണ്ടായിട്ടില്ല. മുഴുവൻ കോഫിയാ. പിന്നെ ഈ ചെടികളിലുള്ള മുഴുവൻ കുരുമുളകും. പോസ്റ്റ് വെഡിങ് ഷൂട്ട്. അമ്മ എന്താ പൈ കിട്ടു അമ്മ അച്ഛൻ. നമുക്കിങ്ങനെ മരത്തിലിങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഫുള്ളിങ്ങനെ നടന്ന് കാണാൻ ഒരു കാനോപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഉണ്ടാ. ഇങ്ങനെ
ആ അതുണ്ട്, സൗത്ത് ആഫ്രിക്കയിലുണ്ട്, അവിടെയുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ ഇങ്ങനത്തെ കേപ്പ് ടൗണിലൊക്കെ ഇങ്ങനത്തെ സ്റ്റാൻഡ് ഉണ്ട്. ഇത് ഫുള്ള് മരം കൊണ്ട് പണിതാണ്, കണ്ട നല്ല മരമാണ്. ആ മരവും തെങ്ങല്ല, ഇത് മറ്റു സാധനം പനയുടേത്. പ്രീ വെഡിങ് പോസ്റ്റ് വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സ്. ഇവിടെ ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടാണ്, അവിടെ കയറിയിട്ട് നമുക്ക് അതന്നെ ട്രീ ഡെക്കാ അങ്ങനെ എന്നാണ്ട് ട്രീ ഡെക്കാണിത്. പ്ലാന്റേഷൻ വെള്ളം ഒഴിക്കുന്നൊക്കെ ഒരു കുപ്പി വെച്ചിട്ടാ, ഒരു കുപ്പി വെച്ചിട്ട് വെള്ളം ഇങ്ങനെ താഴേക്കുണ്ട് കണ്ടോ. തോട്ടം അരിക്ക് കോഫി എടുത്ത് ഇവിടെ അമ്മ കോഫി ഉണ്ടാക്കിക്കണുണ്ടോ, പച്ച നിറണ്ട കൊറേ കോഫി ഉണ്ടായിട്ടുണ്ട്. ഇറങ്ങിക്കോ നമ്മളിപ്പോ ഇറങ്ങുവാട്ടോ. ഈ ബ്രിഡ്ജ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ ആക്ച്വലി കാണാനായിട്ട് ഈ കുരുമുളക് തോട്ടവും പിന്നെ ഈ നമ്മൾ മോളിൽ കയറിയിട്ട് ഈ ബ്രിഡ്ജ് മക്കോടെ നമുക്ക് ഇങ്ങനെ നടക്കാം. പിന്നെ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാനുള്ള പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അതാണ് ഇവിടെ കാണാനുള്ളത്. ഇഷ്ടംപോലെ ഭയങ്കര ഉയരമുള്ള മരങ്ങളായിട്ടാണ്. ഇത് കണ്ടു കഴിഞ്ഞു. ഫുള്ള് കുരുമുളകിന്റെ മരമാണ്. കുരുമുളകിന്റെ മരമല്ല, ഇത് വലിയ മരം, ഭയങ്കര പൊക്കമുള്ള മരങ്ങൾ. കുരുമുളക് ഇങ്ങനെ പടർത്തിയിട്ടിരിക്കണം. പിന്നെ കാപ്പി ഉണ്ട്, ഇവിടെ കാപ്പി തോട്ടമുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഒരു വുഡിന്റെ ബ്രിഡ്ജിന്റെ ഇവിടെ എന്താ പറയാ ഫോട്ടോഷൂട്ട്. ഇവിടെ നിറച്ച് ഫോട്ടോഷൂട്ടിന് വേണ്ടി വരുന്ന ആൾക്കാരും ക്യാമറമാനുകളാണ് മെയിൻലി ആൾക്കാർ ഇവിടെ വരുന്നത് ഫോട്ടോ എടുക്കാനാണ്. പിന്നെ വെഡിങ് ഷൂട്ടിനൊക്കെ 3 വെഡിങ് ഷൂട്ട് നമ്മൾ നടക്കുമ്പോ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിവിടെ നിന്ന് പോവാട്ടാ, നമുക്കിനി അക്കോമഡേഷനിലേക്ക് പോവാം. అదేంటది ఇది స్టీమ్డ్ లేదా ഒരു ഇത് വാങ്ങിച്ചു കോണം ചൂടുള്ളത്. ഉപ്പ് నిమ్మకాయ ఉంది కదా, ఇది కొంచెం ఎక్కువ వేయండి, వేడి ఉంది కదా. నిమ్మకాయ వేసావా? നമ്മള് കോൺ മേടിച്ചു, പുഴുങ്ങിയത് 30 രൂപ. അപ്പോൾ ഇത് കഴിക്കാം. നമ്മളിപ്പോൾ ആക്ച്വലി നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകാൻ പോവാട്ടോ. ചേച്ചിമാര് വട്ടി കൊണ്ടുപോകണം. അരിക്കു വാലി എടുത്ത് അരിക്കു വാലി. അക്കോമഡേഷൻ ഇവിടെ എവിടെയോ Your destination is on the left. നമ്മൾ നമ്മുടെ അക്കോമഡേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് പോയിട്ട് അക്കോമഡേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആന്ധ്രയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഹിൽ സ്റ്റേഷൻ പോലത്തെ സ്ഥലത്ത് ഒരു ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കുന്ന ഒരു റിസോർട്ട് സ്റ്റൈല്. പക്ഷെ ഇതൊരു വലിയ റിസോർട്ടൊന്നും അല്ല, കുഞ്ഞ റിസോർട്ടാണ്. ഇനിയിപ്പോൾ ലേശം തണുപ്പൊക്കെ ഉണ്ട്. അരിക്കൂലെന്ന് പറയാ ആദിവാസികളുണ്ട്, അവരുടെ പടമാണ് ഇത്. ഇതാണ് നമ്മളുടെ റൂം. ഇതൊരു റൂം, ഇതുപോലെ തന്നെ ഒരു റൂം മുകളിലും ഉണ്ട്, ചെറിയ റൂം.
ഇവിടെയാണ് ബാത്റൂം. ഇവിടുത്തെ ഹോട്ടലില് നമ്മളെ ഫുഡ് കഴിക്കാൻ വന്ന കേട്ടോ, ഡിന്നർ കഴിക്കാനായിട്ട്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. ഞാനിപ്പോ നമ്മൾ വെറുതെ ഇതിലേക്ക് നടന്നോട്ടോ. ഇവിടെ മൊത്തം ടെന്റ് അക്കോമഡേഷൻസ് ആണ്, ഫുള്ള് ടെന്റ് അക്കോമഡേഷൻസ്. അപ്പൊ നമ്മളൊരു ഹോട്ടലിൽ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് അതേ സ്പീഡിൽ തന്നെ ഇറങ്ങി പോന്നു. അപ്പൊ അച്ഛൻ പറയുന്നത് ആദ്യമായിട്ടാണ് നമ്മള് ഹോട്ടലിൽ കയറി അതുപോലെ തന്നെ ആരോടൊന്നും പറയണ്ട ഇറങ്ങി പോരണേ. നമ്മള് ചൂടുള്ള സൂപ്പ് വാങ്ങിച്ചു കുടിക്കാൻ. നല്ല തണുപ്പുണ്ട് ഇവിടെ. 2 ഹോട്ടലിൽ കയറിയിട്ട് ഹോട്ടലില് ലുക്കും ചുറ്റുപാടൊക്കെ നോക്കി ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നിട്ട് നമ്മുടെ ഹോട്ടലിൽ തന്നെ പോകുന്നു നമ്മള്. നല്ല വിലയുണ്ട് കേട്ടോ. ഇങ്ങനെ എന്താ പറയാ, ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടലുണ്ടെങ്കിൽ എല്ലാ ഹോട്ടലിലും ഭയങ്കര വിലയുണ്ട്. എന്റെ മഞ്ചൂരി ഇപ്പൊ വരും. നമ്മള് ചിക്കൻ 65ഉം ഗോബി മഞ്ചൂരിയനും പിന്നെ ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പൊ അത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം. അതായത് നമ്മുടെ ഹോട്ട് ആൻഡ് സോർ വെജ് സൂപ്പ്. ചന്ദ്രപ്പിക്ക് കാലത്തോട്ട് വയറിന് സുഖമില്ല, അതാണ് ഇതുവരെ ഒന്നും തിന്നിട്ടുണ്ടായില്ല. ഇതാണ് ചിക്കൻ 65 സ്പെഷ്യൽ. ഗോബി മഞ്ചൂരിയൻ നല്ലതാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തൊരു പൊടിയും വേണ്ടിയിട്ടുണ്ട്. ഓർഡർ ചെയ്യുന്നറിയോ, കുൽക്ക് ഓർഡർ ചെയ്തു, പിന്നെ ചിക്കൻ കറി ഓർഡർ. എനിക്ക് ഒരെണ്ണം വെച്ചേ, ഒരെണ്ണം ഫസ്റ്റ് വയ്ക്കും. പുൽക്കായിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഐശ്വര്യ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ